എന്നെ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് എന്റെ ഷുഗറും ബി.പി. ഒക്കെ ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്. നിലമ്പൂര് ഞാൻ പോകുന്ന വഴിക്കൊക്കെ കാണുന്നുണ്ട്. എം.എൽ.എമാരും എം.പിമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ ആളുകളും നിലമ്പൂരുണ്ട്. ഒരാളുടെയും പെട്ടി ഇതുവരെ പരിശോധിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇടതുപക്ഷ എം.എൽ.എമാരുടെയും എം.പിമാരുടെയും ഒന്നും പെട്ടി പരിശോധിക്കാൻ ചിലപ്പോൾ കേരള പോലീസിന് അതിനുള്ള ധൈര്യം കാണൂലായിരിക്കാം. ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും പെട്ടി പരിശോധിക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ, കൂടുതൽ പരിശോധിക്കാനാ പറഞ്ഞത്. പക്ഷെ ഇതുകൊണ്ടൊന്നും നിലമ്പൂരിലെ ജനങ്ങളുടെ ജനവിധി മാറ്റിമറിക്കാൻ നിങ്ങൾ പെട്ടി പരിശോധിച്ചിട്ടും അതല്ലെങ്കിൽ വീട് പരിശോധിച്ചിട്ടും ഇതൊക്കെ നിങ്ങൾ അവസാനം തോറ്റ് അവസാനമാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ സംഭവവികാസങ്ങളാണ്. പാലക്കാട് ഇതേപോലെ സംഭവിച്ചില്ലേ? നമ്മുടെ കേരളത്തിന് അറിയപ്പെടുന്ന രണ്ട് വനിതാ പ്രമുഖ നേതാക്കന്മാരുടെ അർദ്ധരാത്രി അവർ താമസിക്കുന്ന ലോഡ്ജ് കയറിയിട്ടല്ലേ പരിശോധിക്കാൻ പോയത്, ഒരു വനിതാ പോലീസും ഇല്ലാതെ? എന്താ അവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിധി? എന്താ? 3000 വോട്ടിന് ഷാഫി ജയിച്ച മണ്ഡലത്തിൽ 18,000 വോട്ടിന് ജയിച്ചു. എല്ലാവരുടെ പെട്ടി നിങ്ങൾ പരിശോധിച്ചോ? ഇനിയും പെട്ടി ഞങ്ങൾ തുറന്നിട്ട് തരാം നിങ്ങൾക്ക് പരിശോധിക്കാൻ. പക്ഷെ നിങ്ങൾ പെട്ടി പരിശോധിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും ഒന്നും നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം വിചാരിക്കേണ്ട. നിലമ്പൂരിലെ ജനങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി പ്രകടമാണ്. നിലമ്പൂരിന്റെ ചരിത്രത്തിലില്ലാത്തൊരു ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കും. അല്ല, അതൊന്നും ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. അവരൊരിക്കലും പരിശോധിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ കേട്ടോ? ഏത് പരിശോധിക്കാൻ പാടില്ല, ഞാൻ എം.എൽ.എ ആണ്, പരിശോധിക്കാൻ പാടില്ല, ഞാൻ എം.പി ആണ് എന്ന് അവരാരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. കൂടുതൽ പരിശോധിക്കാനാണ് പറഞ്ഞത്. ഇനിയും പെട്ടി പരിശോധിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്ന് ആഭ്യന്തര പോലീസിന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ എം.എൽ.എയുടെയും എം.പിയുടെയും പെട്ടി പരിശോധിക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇല്ല ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചർച്ച വഴി മാറ്റാൻ നിങ്ങൾ ഓരോന്ന് കൊണ്ടുപോകുന്നതല്ലേ? അവർ വീണ്ടും പറഞ്ഞത് എന്താ? പെട്ടി പരിശോധിക്കാനല്ലേ ഇവിടെ പോയത്? പെട്ടി കൂടുതൽ പരിശോധിക്കാനല്ലേ പറഞ്ഞത്? ഇനിയും അവർ പെട്ടി പരിശോധിച്ചോട്ടെ. ഇനി എവിടേക്കാ പരിശോധിക്കേണ്ട പരിശോധിക്കട്ടെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. സ്വാഭാവിക പരിശോധനയാണെങ്കിൽ ഇവിടെ 10 ഇടതുപക്ഷത്തിന്റെ 50 എം.എൽ.എമാരും ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഇവരൊക്കെ ഇവിടെ നിലമ്പൂരുണ്ടല്ലോ. ആരുടെയെങ്കിലും പെട്ടി പരിശോധിച്ചായിട്ട് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. സ്വാഭാവിക പരിശോധനയാണെങ്കിൽ എല്ലാവരുടെയും പരിശോധിച്ചായിട്ട് കാണണ്ടേ? ഓക്കെ, നമ്മൾ പരിശോധിച്ചാൽ നമുക്ക്, കാരണം അല്ലെങ്കിൽ തന്നെ എനിക്ക് പെട്ടി മാത്രമല്ല, എന്നെ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത് എന്റെ ഷുഗറും ബി.പി. ഒക്കെ ഒന്ന് പരിശോധിക്കണം എന്നുള്ളതാണ്.